ആ ഇന്നത്തെ വാർത്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. നമ്മള് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ജോൺ സഡൻ ഒരു വീഡിയോയിൽ പറയണ്ടായി, അതായത് ഇസ്രായേല് ഇറാനെ തിരിച്ചടിക്കുമെന്നും അവരുടെ മെയിൻ എന്താ പറയാ സൈനിക താവളങ്ങളും അതേപോലെ യുദ്ധം തീരുമാന നേതാക്കളെയൊക്കെ തിരിച്ചടിക്കുന്നൊരു ഇത് പറയണ്ടായി ജോൺ സഡൻ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് ഇസ്രായേൽ ഇറാന്റെ അവിടെ ഡ്രോൺ ആക്രമണം നടത്തുകയും അവരുടെ മെയിൻ സൈനിക താവളങ്ങളൊക്കെ നശിപ്പിക്കുകയും യുദ്ധം തീരുമാനിക്കുന്ന സൈനിക നേതാക്കന്മാരൊക്കെയും തല കൊയ്തെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തില് ഇനി ഇറാൻ എന്തായിരിക്കും ഇസ്രായേലിനെതിരെ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഇനി അടുത്ത ലോക മഹായുദ്ധം പോലെ എന്തെങ്കിലും സംഭവിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് നമ്മള് ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നോക്കുമ്പോഴേ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇറാനായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അല്ല, ഇസ്രായേലായിട്ടും വളരെ നല്ല ബന്ധമാണ്. ഇന്ത്യ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയും യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇറാൻ നശിക്കുകയാണെങ്കിലും ഇസ്രായേൽ നശിക്കുകയാണെങ്കിലും ഇന്ത്യനെ സംബന്ധിച്ചോളം ഇഷ്ടപ്പെടുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയും യുദ്ധം അവസാനിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇന്ത്യക്കാരായ നമുക്കുള്ളത്. പക്ഷേ ഇവിടെ വിഷയം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്നുള്ളൊരു നിലപാടാണ് ഇറാൻ്റെ നിലപാടെന്ന്. അതുകൊണ്ട് ഇസ്രായേൽ ഏത് സമയം ഏതെങ്കിലും ഒരു ദിവസം ഇറാനെതിരെ അണുവായുധം പ്രയോഗിച്ച് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും എന്നൊരു ചിന്ത ഇസ്രായേലിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അപ്പം നിലവിൽ ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ അല്ലെങ്കിൽ ഇറാനിലെ സൈനിക നേതൃത്വത്തിനെ ആ നേതൃത്വത്തിനെ തുടച്ചു നീക്കി അവിടെ ഒരു പുതിയൊരു ഭരണം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് ഇസ്രായേലിന് അനുകൂലമാവുന്ന തരത്തിൽ ഉള്ളൊരു ഭരണാധികാരി വരികയാണെങ്കിൽ യുദ്ധം അവസാനിക്കും. കാരണം ഭീകരമായുള്ള യുദ്ധത്തിലേക്ക് പോകില്ല എന്ന്. കാരണം ഇറാനെതിരെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ കാര്യമായിട്ട് അല്ല ഇറാനെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം വാക്കുകൊണ്ട് അവരങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇറാനെ മറ്റുള്ള സൗദി UAE പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇറാനെ ശരിക്കും പറഞ്ഞാൽ ഭയമാണ്. അപ്പോൾ ഇറാൻ്റെ പിന്നിലുള്ളത് സ്വാഭാവികമായിട്ട് റഷ്യയുടെ ഒരു ചെറിയൊരു പിന്തുണ, പിന്നെ യമൻ, ഹമാസ് ഇവരൊക്കെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് എന്നും ഭീഷണിയാണ്. അപ്പോൾ ഇസ്രായേലിന് ഭീഷണി ഇല്ലാത്ത തരത്തിലൊരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണാധികാരികൾ ഇറാനിൽ സ്ഥാപിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതുകൊണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ വരികയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഭീകരമായ യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി രണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന തരത്തിലേക്ക് വരാതെ ഇറാൻ്റെ ഭരണാധികാരികളെയും അവിടുത്തെ സൈനിക നേതൃത്വത്തെയും തറ പറ്റിച്ചുകൊണ്ട് അവിടെ പുതിയൊരു ഭരണകൂടത്തെ വാഴിച്ചുകൊണ്ട്, കാരണം ഇസ്രായേലിന് ദോഷമില്ലാത്ത തരത്തിലുള്ള ഒരു സർക്കാർ ഇറാനിൽ സ്ഥാപിക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായത്. ഇതിൽ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ വിജയിക്കാനാണ് സാധ്യത. കാരണം കുറച്ച് നാൾ ഈ സംഘർഷം നീണ്ടു നിന്നാലും ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇറാനിൽ ചേഞ്ചസ് വരും. ഇസ്രായേലിന് ഭീഷണി ഇല്ലാത്ത തരത്തിലൊരു ഭരണാധികാരികൾ ഇറാനിൽ ഉണ്ടായിരിക്കും. ആ ഒരു പോയിന്റിലേക്കാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ ഒരു മുന്നേറ്റത്തെ നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഒരു ഇറാൻ എന്ന രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ഇസ്രായേൽ നിൽക്കുന്നത്. ഇസ്രായേലിന് ഭീഷണി വരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഭീകരമായൊരു മൂന്നാം യുദ്ധം എന്ന ലെവലിലേക്ക് ഇത് പോകാനുള്ള സാധ്യത ഇല്ല. കാരണം ഒരു ചെറിയ തോതിൽ തന്നെ ഇത് അവസാനിക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ അല്ലേ? ഇപ്പോ ഇറാനും ഇസ്രായേലും യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക, അതിന് തീർപ്പായിട്ട് അമേരിക്ക ഇറാൻ തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത്. അമേരിക്കയുടെ അറിവോട് കൂടിയിട്ടാണോ ഇസ്രായേൽ ചെയ്തിട്ടുണ്ടാവുക? അത് എന്താ പ്രശ്നം വെച്ചാൽ ആ ഗൾഫ് മേഖലയുടെ ആധിപത്യം ഇറാന് നേടിയെടുക്കാനായിട്ട് കാലാകാലങ്ങളിൽ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ അണുവായുധ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് ഇറാൻ മാറുകയാണെങ്കിൽ ഗൾഫ് മേഖല മുഴുവൻ ഇറാൻ്റെ കൺട്രോളിൽ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നത്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഇറാൻ ഒരു അണുവായുധ രാജ്യമായിട്ട് മാറാൻ അമേരിക്കയോ ഇസ്രായേലോ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സൗദി പോലെയുള്ള രാജ്യങ്ങളും
ആഗ്രഹിക്കുന്നില്ല എന്ന്. ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇറാൻ സാധാരണ ഒരു നല്ല രീതിയിലുള്ളൊരു അവസ്ഥയിൽ പോകാന്നല്ലാതെ ഒരിക്കലും ഒരു അണുവായുധ ശക്തിയായിട്ട് മാറുന്ന സാഹചര്യം വരികയാണെങ്കിൽ അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അതിനെ എന്ത് വില കൊടുത്തും രംഗത്ത് വരും. ആ ഒരു വിഷയം അവിടെ നിലനിൽക്കണം. ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്യമായിട്ട് ചൈന ഇറാന്റെ പിന്നിൽ അണിനിരക്കണം, അതല്ലെങ്കിൽ റഷ്യ അണിനിരക്കണം. പക്ഷെ ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ചൈന പരസ്യമായിട്ട് ഇറാനെ പിന്തുണയ്ക്കാനോ റഷ്യ പരസ്യമായിട്ട് ഇറാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തൽക്കാലം കാണുന്നില്ല. പിന്നെ ഉത്തര കൊറിയയാണ് ഇറാനെ പിന്തുണയ്ക്കാൻ ചാൻസുള്ള മറ്റൊരു രാജ്യം. സ്വാഭാവികമായിട്ട് ആ ഒരു തൽക്കാലം ഇറാന് മറ്റു രാജ്യങ്ങൾ രഹസ്യമായിട്ടുള്ള പിന്തുണകൾ, രഹസ്യമായിട്ടുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നല്ലാണ്ട് പരസ്യമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർത്തുകൊണ്ട് അവിടെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ അവിടുത്തെ പ്ലാൻ നടപ്പിലാകുമെന്നാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ സദാം ഹുസൈൻ, അതുപോലെ കേണൽ ഗദാഫി, ഇങ്ങനെയുള്ള പല ആളുകൾ പല സമയത്തും ഇതുപ്രകാരം അമേരിക്കയെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഓരോ കാലങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ ഇറാനിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിരുദ്ധമല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണാധികാരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ സോൾവ് ആയിട്ട് പോകുന്നതാണ് അവരുടെ കണക്കൂട്ടൽ. അതിനനുസരിച്ചുള്ള നീക്കമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇറാനുമായിട്ടുള്ള വളരെ ശക്തമായ ബന്ധമാണ്. ഇന്ത്യക്ക് ഇറാനെ കൊണ്ട് വളരെ ഉപകാരമുള്ളൊരു രാജ്യമാണ്. ഇറാൻ നശിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത ഇന്ത്യക്കില്ല. അത് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇന്ത്യ സത്യത്തിൽ വളരെ വിഷമത്തിലാണ്. കാരണം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുന്നുള്ള ആഗ്രഹമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരൊക്കെ മനസ്സ് അങ്ങനെയാണ്. ഒരിക്കലും വലിയ രീതിയിൽ യുദ്ധം ഉണ്ടാവരുതെന്നാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ഓക്കെ.